ഇങ്ങോട്ട് പോര് വീഴും. ഞാൻ വണ്ടി സിമെന്റ് വണ്ടി വന്നിട്ടുണ്ടല്ലോ, അത് ഇറക്കി കൊടുക്കട്ടെ. പിന്നെ ആളില്ല, വേറെ ആരും ഇല്ല. നിങ്ങളോട് ഡോക്ടറല്ലേ പറഞ്ഞ് പുറത്തിറങ്ങരുത്, തലയിൽ വെയിറ്റ് ഒന്നും എടുക്കരുത്, പൊടിയൊന്നും ആവരുതെന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ സിമെന്റ് എടുക്കാൻ പോവാ? അങ്ങനെ ഡോക്ടർ പലതും പറയും, അത് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോ ഒരുപാട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരുപാട് ലീവല്ലുള്ള, അപ്പൊ എന്തെങ്കിലും പൈസ എല്ലാം വേണ്ടേ? ഞാൻ എന്താ പൈസ എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിപ്പില്ലേ? പിന്നെ അതിനായിട്ട് പോണോ പണിക്ക്? ഇപ്പൊ കിട്ടിയ പണി വെറുതെ പോയി കണ്ടില്ല ആക്കടോ. ആ പിന്നെ ഞാൻ പോയിട്ട് ഞാൻ വരാം. എന്താന്ന് ചേച്ചി പറയുന്നൊന്നും മനസ്സിലാക്കൂലോ. തക്കൂടെ പപ്പ വരുമ്പോ എന്താ വണ്ടിയാണ്ടേ? എന്നാ വണ്ടിയാണ്ടേ? അപ്പ പോണ്ടേട്ടാ, അപ്പ പോണ്ടേട്ടാ. ടാറ്റാ 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 ടാറ്റ പറ. ഒരു വന്നേ, ഒരു വന്നേ. ആ എന്നാ ശരിയാണ്. ആട്ടാട്ടു ആരാരോ തക്കിട് മുത്ത് ആരാരോ ആദരച്ചേണ്ട തക്കിടു അവിടെ നിന്നാ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ ഭക്ഷണമെല്ലാം കഴിച്ചു. അത് ചോദിച്ചപ്പോ തക്കടും ഇല്ല പറയുന്നു ഇവിടുന്ന്. അതാ തക്കടും എന്തല്ലോ പറയുന്നുണ്ടേ, ഊഞ്ഞാലാടുന്ന ഞങ്ങൾ ഇവിടുന്ന്. പിന്നെ ചേച്ചി ഭക്ഷണം എല്ലാം കഴിഞ്ഞാ? പിന്നെ ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചേ. എന്തായിരുന്നു? 30,000 രൂപ വേണേനു. അയ്യോ, ഞങ്ങൾ ജയിലുണ്ടാവുക? ഇല്ലല്ലോ ചേച്ചി, നമ്മുടെ അവസ്ഥ അറിയത്തില്ലേ. ഇല്ല, 30,000 എല്ലാം ഒന്നും ഇല്ല ചേച്ചി. അതിന്റെ മോളൊരു അഡ്മിഷന്റെ ആവശ്യത്തിന്. അഡ്മിഷന്റെ കാര്യല്ലേ? പിന്നെ നമ്മുടെ പ്രജീഷ് ചേട്ടന് ഒരു ചെറിയൊരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു 25,000 രൂപ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് തരാം, പക്ഷേങ്കില് നമുക്ക് ഒരാഴ്ച ആകുമ്പത്തേക്കും തിരിച്ചു തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രജീഷ് ചേട്ടനോടൊന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് ചേച്ചി ഞാൻ തിരിച്ചു വിളിക്കാം. ശരി. ഹലോ, ആതിരേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നേ. ആതിരേച്ചിന്റെ മോളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു 30,000 കൊടുക്കാനുണ്ടോന്ന് കടം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ 30,000 ഇല്ല, ഇങ്ങനെ ഓപ്പറേഷന് വേണ്ടി മാറ്റി വെച്ചാൽ ഒരു 25 ഉണ്ട്, അതെടുത്തോന്ന് പറഞ്ഞു. ഓക്കെ, എന്നാ കൊടുക്കാല്ലേ? ഞാൻ പ്രജീഷ് ചേട്ടനെ വിളിച്ചു ചേച്ചി. പ്രജീഷ് ചേട്ടനെ കൊടുക്കാൻ പറഞ്ഞു, അവളെ അഡ്മിഷന്റെ കാര്യല്ലേ. അയ്യോ ചേച്ചി, തക്കടുണ്ട് അങ്ങോട്ട് ഇറങ്ങി ഓടി വെള്ളത്തിൽ കളിക്കുന്നത്. ഞാൻ വെക്കാണ്. എന്നാ ഓക്കെ, ശരി, ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാട്ടോ. തക്കടു. അയ്യോ, ഞാൻ ആതിരേച്ചിനെ വിളിച്ചില്ലല്ലോ. ബുധനാഴ്ചയാ ഓപ്പറേഷൻ, അന്നത്തേക്ക് പൈസ. ഹലോ ഹലോ, ചേച്ചി ബുധനാഴ്ചയാണേ പൈസ വേണ്ടേ? ഓരോന്ന് കൊതിപ്പിക്കാൻ ഓരോന്ന് ഉണ്ടാക്കുന്നത്. ആതിരേച്ചി ഇന്നാണല്ലോ പൈസ തരാന്ന് പറഞ്ഞേ, ഇതുവരെ കൊണ്ടു തന്നിട്ടില്ലല്ലോ. വിളിച്ചു നോക്കട്ടെ എന്ന്. ദൈവമേ, ഇതൊന്നും എടുക്കാത്ത, അല്ല 2 റിംഗ് ആകുമ്പോഴത്തേക്ക് എടുക്കുന്നതാണല്ലോ. എടുക്കുന്നതിന് എന്നെ ടെൻഷൻ ആപ്പിക്കല്ലേ എന്റെ ദൈവമേ. ദൈവമേ, പറ്റിച്ച. എടുക്കുന്നില്ലല്ലോ, വിളിച്ചു നോക്കട്ടെ. അമ്മ ഇത് കട്ടാക്കല്ലോ. ഈശ്വര, ചതിച്ചോ ദൈവമേ. ഇനി വേറെ പൈസ ഒന്നും ഈശ്വരനെ കൊതി.
താങ്കൾ വിളിക്കുന്ന ഞാനെന്താ ചെയ്യുക? എന്തോ ടെൻഷനാ. ഒന്ന് പണിയെടുക്കാം, ഒന്ന് മാറിക്ക് തക്കടോ. അമ്മയ്ക്ക് ടെൻഷനായിട്ട് മേല. പക്ഷെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ഫോൺ എടുക്കുന്നില്ലല്ലോ. പക്ഷെ കയ്യും കാലും എല്ലാം വിറയ്ക്കുന്ന ദൈവമേ. നീയിപ്പൊ എന്നാ ചെയ്യുക? അയ്യോ രജീഷ് ഏട്ടാ, ഇതൊക്കെ ആതിരേച്ച് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കേട്ടാ. എത്ര പ്രാവശ്യം വിളിച്ച് ഇന്ന് പൈസ കൊണ്ട് തരാന്ന് പറഞ്ഞ ഇന്നതാ പൈസയും ഇല്ല ആളും ഇല്ല. നാളെ ഓപ്പറേഷൻ എന്ത് ചെയ്യും? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ടെൻഷൻ അടിച്ചാൽ പിന്നെ എനിക്ക് എന്റെ ധൈര്യം കൂടി പോകും. ഞാൻ ആകെ എന്റെ ധൈര്യത്തിനോട് നിൽക്കുന്നത്. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? പൈസ ഇല്ല സാരല്ലേ, നമുക്ക് എന്താ ചെയ്യാം. തക്കൂടെ എന്താ ചെയ്യുന്ന പണം വെച്ചിട്ട് നമുക്ക് എടുക്കാലോ. എന്നാലും ഞാൻ എങ്ങനെയാ പറഞ്ഞെന്നറിയാ ചേച്ചി. ആൾക്കാരൊക്കെ അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും. അത് എന്തായാലും നമ്മളെ ഇപ്പൊ ഓപ്പറേഷൻ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കോട് പറ്റി പറയാം. നീ ടെൻഷൻ അടിക്കാണ്ട് തൽക്കാലം ഇവന്റെ ചെയിൻ കിട്ടണ്ട, അങ്ങോട്ട് പണം കിട്ടും. 19 ഇപ്പൊ ബസ് വരുമല്ലോ. ജിപ്പിയല്ലാടെ ഇരിക്കുന്ന. ഇനിയിപ്പോ ഇവിടെ എന്തെങ്കിലും ചോദിക്കൂടി. ഇതാരാ? ആദരേച്ചിയോ? എന്നെ ഓർമ്മയെല്ലാം ഉണ്ടാ? എന്താ അങ്ങനെ ഒരു ചോദ്യം? അല്ല, കൊറേ വിളിച്ചേ, റിപ്ലൈ ഒന്നും കണ്ടില്ല. അതാ ഞാൻ എന്റെ ആവശ്യം കൂടി മറന്നിട്ടല്ലേ ചേച്ചിക്ക് 25,000 രൂപ ഞാൻ കടം തന്നെ. അന്ന് തരുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടില്ലേ ചേച്ചീനോട്, രജീഷ് ഏട്ടന്റെ ഓപ്പറേഷന് വേണ്ടി പൈസയാണ് അടുത്ത ആഴ്ച തരണമെന്ന്. എന്നിട്ട് വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല, ഒന്നുമില്ല. എല്ലാം ജിത്ത് ഇഞ്ച് സംസാരം കേട്ടോ വിചാരിക്കല്ലോ ഞാൻ ചെറുത്തുനിന്ന് ലക്ഷങ്ങൾ വാങ്ങി നാട് വിട്ടതാന്ന്. ഒരു 25,000 അല്ലേ ചേച്ചിക്ക് അത് 25,000. പക്ഷെ അന്നേരം ആ സമയത്ത് അതെനിക്ക് ലക്ഷങ്ങളുടെ വിലയായിരുന്നു കേട്ടാ. ഞാൻ നാളെ രാവിലെ ഇഞ്ച വീട്ടിൽ എത്തിക്കുന്നുണ്ട് പൈസ. എനിക്കിനി ആ പൈസ വേണ്ട. ആ പൈസ എന്റെ ആവശ്യമല്ല, എനിക്ക് കഴിഞ്ഞു. ഇനി അതുകൊണ്ട് ചേച്ചി പോയിട്ട് നന്നാവുകയാണെങ്കിൽ നന്നായിക്കാം.